നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്ന് ആവർത്തിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. സ്വത്ത് മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി വിവരം ലഭിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും MM വർഗീസ്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് പിടിച്ചെടുത്തത് പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വെച്ച്. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 5ഓളം ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കവളപ്പാറ ആര്യങ്കാവ് പടിഞ്ഞാറേ നടയിലെ മുത്തശ്ശിമാവ് ഇനി ഓർമ്മ. 400 വർഷം പഴക്കമുള്ള മാവ് കടപുഴകി വീണു. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് SDPI. ഭരണാധികാരികളുടെ അനാസ്ഥ ആരോപിച്ച് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സമരരംഗത്ത്. 4 വർഷം മുൻപ് തുടക്കം കുറിച്ച റോഡ് നവീകരണം ഇനിയും പൂർത്തിയാകാത്തത് ഭരണക്കാരുടെ കഴിവുകേടെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഇതുവരെയും സ്വത്തുക്കൾ മരവിപ്പിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയാണെന്നും MM വർഗീസ് തൃശൂരിൽ പറഞ്ഞു. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല. നമുക്കറിയില്ല. നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. CPM പ്രതികർത്തി പിന്നെ സ്വത്ത് മരവിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു. ശുപാർശ ഇതിനൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ രാജേഷ്, യേശുദാസ്, പ്രദീപ്, ബിജു എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്നാണ് സ്പിരിറ്റ് പിടിച്ചെടുത്തത്. 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ സ്പിരിറ്റും മറ്റൊരു വാഹനത്തിൽ സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്നവരുമാണ് ഉണ്ടായിരുന്നത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന 5ഓളം ബൈക്ക് തകർന്നു. 2 പേർക്ക് പരിക്ക്. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി സെന്ററിൽ തൃശൂർ ഭാഗത്തു നിന്നും വന്ന വാഹനം ഗുരുവായൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഡ്രൈവിംഗ് പരിശീലനം നൽകി വരുന്ന കാറാണ് ഇടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. നിയന്ത്രണം തെറ്റിയ കാർ 5ഓളം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. സമീപത്തു നിന്നിരുന്ന പുതുക്കാട് പാലപ്പിള്ളി പുളിക്കൽ വീട്ടിൽ 57-കാരൻ സിദ്ദിഖിന്റെ കാലിൽ ബൈക്ക് വീണതിനെ തുടർന്ന് കാലിന് പരിക്കേറ്റു. സമീപത്ത് നിന്നിരുന്ന വേറൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് SDPI. ആവശ്യമുന്നയിച്ച SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തകർച്ചയിലായ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിച്ചത്. 4 വർഷം മുമ്പ് തുടക്കം കുറിച്ച റോഡ് നവീകരണം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭരണക്കാരുടെ കഴിവുകേടുകൊണ്ടാണെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. ആംബുലൻസുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതിലെ കടന്നുപോകുന്നത്. പ്രധാനപ്പെട്ട പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് SDPI ആവശ്യപ്പെട്ടു. ഭരണാധികാരികളുടെ കണ്ണു തുറക്കും വരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി സക്കീർ കല്ലിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുസ്തഫ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, സെക്രട്ടറി മുസ്തഫ കുളപ്പുള്ളി,
കൗൺസിലർ ഹസീന അഷറഫ്, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി എം യാസിർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഷൊർണൂർ പാലം വരെയുള്ള റോഡിൻ്റെ പണി തുടങ്ങി വച്ചിട്ട് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 മഴക്കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. എനിക്കിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെമാതിരി ആകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ആരും ഉണ്ടാക്കരുത്. നമ്മൾ അവരിൽ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരും നമ്മളോടൊപ്പം നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നേരത്തെ സൂപ്പർവൈസർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ദൈവം അനുഗ്രഹിച്ചു തന്ന വെള്ളവും വെളിച്ചവും ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിരുന്നു ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എ മല്ലിക അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി രാമചന്ദ്രൻ, ഇ പി സുരേഷ്, ICDS സൂപ്പർവൈസർ റസീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ നായാട്ട് സംഘങ്ങളുടെ വിളയാട്ടമെന്ന് പരാതി. ഈ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നികൾ തല തകർന്ന് ചാവുന്നത് ഇപ്പോൾ പതിവാണ്. ജൂൺ ആദ്യവാരം മുണ്ടത്തിക്കോടും കഴിഞ്ഞ ദിവസം വാഴക്കോട് പ്രദേശത്തുമാണ് സ്ഫോടക വസ്തു കടിച്ച് തല തകർന്ന് കാട്ടുപന്നികൾ ചത്തത്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഇത്തരത്തിൽ പന്നികൾ ചാവുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തെ പ്രദേശവാസികൾ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. കാട്ടുപന്നികൾ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അവയെ നശിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അധികാരമുള്ളത്. പന്നിശല്യത്തിൻ്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കാട്ടുപന്നികളെ കൊല്ലുന്നതിന് പിന്നിൽ അനധികൃത മാംസക്കച്ചവടക്കാരാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മൃഗവേട്ട തുടർക്കഥയായതോടെ വനം വകുപ്പ് പോലീസിൽ പരാതിയും നൽകി. ഇതോടെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ വാഴക്കോട് മേഖലയിലെത്തി പരിശോധനയും നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം പന്നിക്ക് വെച്ച വൈദ്യുതി കണിയിൽ തട്ടി കാട്ടാന ചെരിഞ്ഞതും ഇതേ മേഖലയിലാണ്. കാട്ടുപന്നികളെ സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കണമെന്നും മൃഗവേട്ടക്കാരെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിന്റെ പുറകിൽ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത കിട്ടാൻ വേണ്ടിയല്ല കേരളം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നാളത്തെ തലമുറ അവർ സ്വസ്ഥമായി നല്ല അന്തരീക്ഷത്തിൽ പഠിക്കണം. ആ പഠനത്തിന് ഒരു ജനകീയ പിന്തുണ കൊടുക്കണം. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ സ്കൂളിൽ നിന്ന് പഠിച്ച് അങ്ങനെ പരസ്പര പോകല്ല, ഒരു നാട് മുഴുവൻ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. പരിപാടിയിൽ SSLC, +2, NMMS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, പഴയന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ M സുചിത്ര, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR ഗിരീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗം താജുന്നീസ, SMC ചെയർമാൻ സുബിൻ ചെറുതുരുത്തി, മാതൃസംഗമം പ്രസിഡന്റ് KK സുജിത, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കൃപാകൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അനസ് ബാബു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരായ രാജേശ്വരി, ശ്യാമള, ഉഷാദേവി എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കവളപ്പാറ ആര്യങ്കാവ് പടിഞ്ഞാറേ നടയിലെ മുത്തശ്ശിമാവ് കടപുഴകി വീണു. ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി 10:45 ഓടെയാണ്
400 വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന കൂറ്റൻ മാവ് നിലം പൊത്തിയത്. ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയാണ് മരം വീണത്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെയും വാണിയംകുളം പഞ്ചായത്തിലെയും ചില ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയോടെയാണ് മാവ് വെട്ടിനീക്കി വൈദ്യുതി ബന്ധം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചത്. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ അരിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രം. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 10:30 പ്രസാദഊട്ട് ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായി ആമയൂർ സൗത്ത് AUP സ്കൂളിൽ ശബ്ദ സംവിധാനം ഒരുക്കി നൽകി പട്ടാമ്പി ലയൺസ് ക്ലബ്. ശബ്ദ സജ്ജീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം TV വത്സല നിർവഹിച്ചു. പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെയാണ് ആമയൂർ സൗത്ത് AUP സ്കൂളിലേക്ക് പട്ടാമ്പി ലയൺസ് ക്ലബ് ശബ്ദ സംവിധാനം ഒരുക്കി നൽകിയത്. വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന നമ്മുടെ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഇതര സ്കൂളുകളായിക്കോട്ടെ, അവിടെ മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ തന്നെ ആവശ്യങ്ങൾ അനുസരിച്ച് പരിഗണിച്ച് ചെയ്യുവാൻ പട്ടാമ്പി ലയൺസ് ക്ലബ് തീരുമാനിക്കുകയും നമ്മുടെ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ സ്കൂളുകളിലും ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് വാട്ടർ പേപ്പർ ആയിക്കോട്ടെ, കുട്ടികളുടെ വാർത്താശീലം വളർത്തിയെടുക്കാനുള്ള പത്രങ്ങളായിക്കോട്ടെ, ഇതുപോലെ സ്പീക്കറുകളായിക്കോട്ടെ, അങ്ങനെ ലയൺസ് ക്ലബിന് കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പരിപാടിയിൽ PTA പ്രസിഡന്റ് യൂനസ് അധ്യക്ഷനായി. പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക അനോജ, രക്ഷാധികാരി വിജയൻ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ സമദ്, പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ വിനോദ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിമുക്തിയുടെ ഭാഗമായി കൂനത്തറ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാലക്കാട് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സൽമാൻ റസാലി മുഖ്യ അതിഥിയായിരുന്നു. ബോധവൽക്കരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. കോങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടന്നു. പരിപാടി ലയൺസ് ക്ലബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ CK സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി. ലതാ സുകുമാരൻ പ്രാർത്ഥന ചൊല്ലിയ ചടങ്ങിൽ തിമില വിദ്വാൻ കോങ്ങാട് മധു, പ്രശസ്ത ഹാർമോണിസ്റ്റ് പ്രകാശ് ഉള്ളിയേരി, കോങ്ങാട് സംഗീത നാദാലയം പ്രിൻസിപ്പൽ ഗോപി നാദലയ, മെഡിക്കൽ ബിരുദധാരികളായ അരുൺ രാധാകൃഷ്ണൻ, ആതിര രാധാകൃഷ്ണൻ, പൂതന്നൂർ സുരഭി ലക്ഷ്മണൻ, ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ജേതാവ് സൂര്യ സുകുമാരൻ, TR ആദിത് എന്നിവരെയും SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് നിർധനരായ കുടുംബങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായങ്ങളും കൈമാറി. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഒരുക്കുന്നതിന്റെ ഭാഗമായി ലയൺസ് ക്ലബിലെ മുഴുവൻ വനിതാ അംഗങ്ങൾക്കും ഗ്രോ ബാഗും പച്ചക്കറി വിത്തുകളും കൈമാറി. പ്രജോത്, ഉഷ സുധാകരൻ, ദേവദാസ്, CR കണ്ണൻ, ഗോപകുമാർ, K രാജൻ, അനിൽ S നായർ, രമ്യ പ്രമോദ്, സുജാത ഹരിദാസ്, സരസ്വതി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ചടങ്ങിലേക്ക് ഗവർണറെ സ്വീകരിച്ചാനയിച്ചത്. ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ദേവദാസിനെ പ്രസിഡന്റായും CR കണ്ണൻ, K രാജൻ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടി മീരാനന്ദൻ വിവാഹിതയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് ഇന്ന് പുലർച്ചെ മീരയ്ക്ക് താലി ചാർത്തിയത്. താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു. വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി, മെഹന്തി, സംഗീത പരിപാടികളുടെ ദൃശ്യങ്ങൾ മീര നേരത്തെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം. പ്രധാന വാർത്തകൾ വീണ്ടും. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്ന് ആവർത്തിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. സ്വത്ത് മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി വിവരം ലഭിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും MM വർഗീസ്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റുവേട്ട.
പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് പിടിച്ചെടുത്തത് പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വെച്ച്. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 5ഓളം ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കവളപ്പാറ ആര്യങ്കാവ് പടിഞ്ഞാറേ നടയിലെ മുത്തശ്ശിമാവ് ഇനി ഓർമ്മ. 400 വർഷം പഴക്കമുള്ള മാവ് കടപുഴകി വീണു. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് SDPI. ഭരണാധികാരികളുടെ അനാസ്ഥ ആരോപിച്ച് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സമരരംഗത്ത്. 4 വർഷം മുൻപ് തുടക്കം കുറിച്ച റോഡ് നവീകരണം ഇനിയും പൂർത്തിയാകാത്തത് ഭരണക്കാരുടെ കഴിവുകേടെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.